ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് ചോറുന്ന് ഞാൻ ഇവിടെ കിടന്നുറങ്ങിയതേനു കേട്ടാ. ഇപ്പാന്ന് എണീച്ച് വരുന്നത്. എഴുന്നേറ്റ പാട് ഞാൻ വേഗം ചായ ഒന്നും വെക്കാണ്ട് വേഗം പണികളെല്ലാം തീർക്കാന്ന് വിചാരിച്ചേട്ടാ. വേഗം അടിച്ചു വാരലെല്ലാം കഴിഞ്ഞ് ഇതേ ഇപ്പൊ ചൂടുവെള്ളം വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ചൂടുവെള്ളം എനക്കല്ല പൊന്നുവിന് വേണ്ടി വെക്കുന്നതാണ്. മഴ കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കാണാൻ നല്ല രസമാന്ന് കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോക്കി നിൽക്കാന്. എന്തായാലും കുളിക്കാൻ വെള്ളം വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കുടിക്കാനും വെക്കാന്ന് വിചാരിച്ചോണ്ടാണ് കേട്ടാ കിണറ്റിന്ന് വലിച്ചെടുക്കുന്നത്. എന്നത്തെയും പോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് തീ കത്തിച്ചെടുത്തത്. കാരണം മഴയായോണ്ട് നല്ല പ്രയാസമാണ് കത്തിക്കാന്. അപ്പൊ ഇതാ മഴയെല്ലാം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ പൊന്നൂസ് നേരെ പുറത്തിറങ്ങാൻ പോയപ്പോ ഞാൻ വഴക്ക് പറഞ്ഞോണ്ടോളം അധികം പുറത്തേക്ക് പോയിട്ടില്ല. പൊന്നുവിന്റെ ചൂടുള്ള ആവുന്നവരെ വെറുതെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്ന്. വേറൊന്നും കൊണ്ടല്ല, ഇഷ്ടം പോലെ പണി എന്നും ബാക്കിയുണ്ട്. അപ്പൊ ഇതാ വൈകുന്നേരം ആയാലും നല്ല കൊതുകിന്റെ ശല്യം ഉണ്ടായാലുണ്ട് കേട്ടോ. അതുകൊണ്ട് വേഗം പുകയിടുന്നുണ്ട്. കുന്തിരിക്കം രാമച്ചം വെച്ചിട്ടാണ് കേട്ടോ വൈകുന്നേരം പുകയിടല്. ഈ രാമച്ചവും കുന്തിരിക്കം ഉപയോഗിച്ച് പുകയിടുന്നതിൽ പ്രത്യേകിച്ച് വേറെ ഒരു കാരണവും ഇല്ല കേട്ടോ. കാരണം നല്ല സ്മെല്ല് ഉണ്ടാകും ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും പുകയാക്കി കഴിഞ്ഞാൽ ഈ പുക വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ മുടി ഉണക്കലുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് ഉണ്ടാകും ഇത് വെച്ച് മുടി ഉണക്കി കഴിഞ്ഞാൽ. അപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഫസ്റ്റ് വെക്കുന്ന പാട്ട് ഇതാന്ന്. എൻ്റെ ഫേവറേറ്റ് പാട്ടാന്ന് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് കഴിഞ്ഞിട്ടേ വേറെ എന്തും വെക്കുള്ളൂ. അപ്പൊ ഇന്നലെ വൈകുന്നേരം വരുന്ന സമയത്ത് നമ്മൾ പാസ്ത ആക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടേനു. ഇനിയിപ്പോൾ അത് ആക്കി കൊടുക്കണം. പൊന്നു നേരത്തെ എന്നോട് അതാക്കി പറയുന്നുണ്ട്. ഇനി അത് ആക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.